നമസ്കാരം. നാട്ടുവർത്തമാനത്തിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് കളിക്കളങ്ങളുടെ അഭാവം യുവതലമുറയെ വഴിതെറ്റിക്കുന്നുവോ എന്നുള്ളതാണ്. നമുക്ക് ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥികളെ പരിചയപ്പെടാം. പ്രമുഖ ഫുട്ബോൾ കോച്ചും കുട്ടികളുടെ ഫുട്ബോൾ അങ്കിളുമായ ശ്രീ റൂഫസ് ഡിസൂസ. സ്വാഗതം അങ്കിളെ. ബീച്ച് ഹെൽത്ത് ക്ലബിൻ്റെ പ്രസിഡന്റ്, നമുക്കറിയാം സൗജന്യമായി തന്നെ ആരോഗ്യ പരിപാലനത്തിലൊരു സംവിധാനം എന്ന നിലയിൽ കൊണ്ടുവന്ന ശ്രീ സാബു അലി. സ്വാഗതം സാബു അലി. അന്താരാഷ്ട്ര ഗുസ്തി റഫറിയും എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ ശ്രീ എം സലീം. സ്വാഗതം സലീം. കുമ്പളങ്ങി പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീ പി എ സഗീർ. സ്വാഗതം. ആദ്യം നമുക്ക് അങ്കിളിനോട് തന്നെ ചോദിക്കാം. ആദ്യത്തെ ചോദ്യം അങ്കിളിനോട് ആയിക്കോട്ടെ. ഈ കളിക്കളങ്ങളുടെ ഒരു അഭാവം ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക്, ലഹരിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ടോ? പണ്ട് ഞാൻ കളിച്ച 4 ഗ്രൗണ്ടുകളായിരുന്നു. ആദ്യത്തെ ഗ്രൗണ്ട് ഫ്രീ സ്കൂൾ ഗ്രൗണ്ടായിരുന്നു, രണ്ടാമത്തെ സാന്റ് ക്രൂസ് ഗ്രൗണ്ടായിരുന്നു, മൂന്നാമത്തെ ബ്രിട്ടോ, നാലാമത്തെ പെരേഡ് ഗ്രൗണ്ട്. ഈ 4 ഗ്രൗണ്ടും പോർച്ചുഗീസ്, ബ്രിട്ടീഷ്, ഡച്ച്, ബ്രിട്ടീഷ് നമുക്ക് തന്ന ഗ്രൗണ്ടാണ്. ആ കാലത്തിലും ഇതുപോലത്തെ ഒരു ഗ്രൗണ്ടുകൾ എങ്ങും ഞാൻ കണ്ടിട്ടില്ല. കാര്യം ഈഡൻ ഗാർഡൻ കൽക്കട്ടയിലാണ് ഏറ്റവും നല്ലൊരു ഗ്രൗണ്ട്. പക്ഷേ ഞാൻ അവിടെ പോയി 1951 കളിക്കാൻ വേണ്ടി പോയ ആ ഗ്രൗണ്ട് കണ്ടിട്ട് ഇന്ന് എൻ്റെ മനസ്സിലുള്ള പെരേഡ് ഗ്രൗണ്ടാണ് ഏറ്റവും നല്ല ഗ്രൗണ്ട്. ആ ഗ്രൗണ്ട്, പെരേഡ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പിള്ളേർ അവിടുന്ന് കളിച്ച് ഹോക്കിയും ഫുട്ബോളും കളിച്ച് രാജ്യത്ത് കളിച്ച ഒരുപാട് പിള്ളേരുണ്ട്. നമുക്ക് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് നശിപ്പിച്ച് കളിച്ചു. ഇപ്പോൾ ഫുട്ബോൾ, ഹോക്കി, ക്രിക്കറ്റ് കളിക്കാൻ പറ്റിയ ഗ്രൗണ്ടല്ല. ഇപ്പോഴത്തെ കണ്ടീഷനെല്ലാം ഈ പല പരിപാടികൾ, കാർണിവൽ, ബിനാലെ, യോഗ, എന്ത് വന്നാലും ആ ഗ്രൗണ്ട് അടുത്ത് കംപ്ലീറ്റ് നശിപ്പിക്കുകയാണ്. കാര്യം ഈ പരേഡ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ചരിത്രമുണ്ട്. 1948 ലണ്ടൻ ഒളിമ്പിക്സ് കളിച്ച നന്ദി സിംഗ് ഈ ഗ്രൗണ്ടിൽ ഇന്ത്യൻ നേവിക്ക് വേണ്ടി ഹോക്കി ടൂർണമെൻറ്റ് കളിച്ചിട്ടുണ്ട്. അത് കേരള ആംഗ്ലോ ഇന്ത്യൻ സ്പോർട്സ് ക്ലബിനെതിരെ കളിച്ചത്. ഞാൻ ആംഗ്ലോ ഇന്ത്യൻ സ്പോർട്സിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. കളി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഹോക്കി സ്റ്റിക്ക് എനിക്ക് തന്നിട്ടുണ്ട്. അത് ഇന്നും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ പറയുന്നത് 1950 വേൾഡ് കപ്പ് കളിച്ച ബില്ലി റൈറ്റ്, ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റൻ, അദ്ദേഹം ഈ ഗ്രൗണ്ടിൽ വന്ന് അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു. ടോമി വാക്കർ, ഇംഗ്ലണ്ടിൻ്റെ ഒരു പ്രൊഫഷണൽ സ്റ്റാർ വേൾഡ് കപ്പ് പ്ലെയറാണ്. അവർ രണ്ടും വന്ന് ഈ ഗ്രൗണ്ടിൽ കളിച്ചിട്ട് അവർക്ക് ഭയങ്കര അഭിപ്രായം ഈ ഗ്രൗണ്ടിനെ പറ്റി. എനിക്ക് ഭാഗ്യമുള്ളത് അവരുടെ പണ്ട് തട്ടാനൊരു യോഗം ഉണ്ടായിരുന്നു. പിന്നെ RS ജെൻറ്റിൽ 1956 മെൽബൺ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി വിന്നിങ് ഗോൾ, പാകിസ്ഥാനായിട്ട് ഒരു ഗോൾ അടിച്ച് ജയിച്ച ഒരു പ്ലെയറാണ്. അദ്ദേഹം സ്കൂൾ നാഷണലിന് വേണ്ടി എറണാകുളത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന് ഞാൻ പെരേഡ് ഗ്രൗണ്ടിൽ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ട പെരേഡ് ഗ്രൗണ്ട്. പിന്നെ പറഞ്ഞു ഒരുപാട് പ്ലേയേഴ്സ്, രഞ്ജി ട്രോഫി പ്ലേയേഴ്സ് വന്ന് ഈ ഗ്രൗണ്ടിൽ കളിച്ചിട്ടുണ്ട്. കേരളത്തിന് വേണ്ടി CR ടിമൻസ്, രവി അച്ഛൻ, ഒരു പേര് മറന്നുപോയി. പിന്നെ നമ്മളുടെ തമിഴ്നാട് മെഡ്രാസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മിൽഖ സിംഗ്, VV കുമാർ, ബഡി കുന്ദറം. കർണാടക സ്റ്റേറ്റിൽ നിന്ന് വന്ന പ്ലേയേഴ്സ് GR വിശ്വനാഥ് ആൻഡ് GR വിശ്വനാഥ്, മറന്നുപോയി പേര്. ഇവരെല്ലാം വന്ന് കളിച്ച ഒരു ഗ്രൗണ്ടാണ്. ഇപ്പോൾ നമ്മൾക്ക് ഈ ഗ്രൗണ്ട് പിള്ളേരെ പുറത്തേക്ക് ഓടിക്കലാണ്. കാര്യം കളിക്കാൻ വളരെ മോശമാണ്. രാത്രി കള്ളുടി, സിഗരറ്റ് വലി, ഒരുപാട് വൃത്തിയായിട്ട് ഈ ഗ്രൗണ്ടിൽ നടക്കുന്നതാണ്. 5 മണി വെളുപ്പിന് ഞാൻ ഗ്രൗണ്ടിൽ പോകുമ്പോൾ ഈ ഗ്രൗണ്ടുകളുടെ ഒരു അഭാവം ഉണ്ടല്ലോ, ഗ്രൗണ്ടുകൾ ഇല്ലാത്തത്, ഗ്രൗണ്ടുകൾ കുട്ടികൾക്ക് കളിക്കാൻ സൗകര്യമില്ലാത്തത്, അത് കൊണ്ട് തന്നെ ഈ യുവതലമുറ, അതായത് വിദ്യാർത്ഥികൾ, കൗമാരപ്രായക്കാർ ഉൾപ്പെടെയുള്ളവർ ലഹരി എന്ന വഴിയിലേക്ക് പോകുന്നുണ്ട്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇപ്പം ഗ്രൗണ്ട് കളിക്കാൻ പിള്ളേരില്ല. കാര്യം എല്ലാവരും ലഹരിയും സിഗരറ്റ് വലി പോകണേ. ലിക്കർ ബോട്ട് നമ്മുടെ കാലത്ത് ഞാൻ ഗ്രൗണ്ടിൽ വരുമ്പോൾ നമ്മൾ ആദ്യത്തെ പണി സിഗരറ്റ് പാക്കറ്റ്, കുപ്പികൾ, പൊടിഞ്ഞ ഗ്ലാസ്, ഇതെല്ലാം പൊക്കി കളിയുന്നതാണ്. ഇപ്പം നമ്മൾ ഈ ഗ്രൗണ്ട് ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വിട്ട് മാറണം. ഇപ്പോൾ ഈ ഗ്രൗണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കഴിയിലാണ്. ഇത് ഏതെങ്കിലും പ്രൈവറ്റ് സ്പോർട്സ് കമ്മിറ്റി ഫോം ചെയ്തിട്ട് അവരെ ഏൽപ്പിച്ച ഈ ഗ്രൗണ്ട് നന്നാവും. ഓക്കെ. സാബുലി ഏതാണ്ട് 10 വർഷം മുമ്പ് നമ്മുടെ ആരോഗ്യ പരിപാലനത്തിലേക്ക് ചെറുപ്പക്കാരെയും മുതിർന്നവരെയും കുട്ടികളെയും ഒക്കെ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി
ആണ് ബീച്ച് ഹെൽത്ത് ക്ലബ്ബ് ചെറിയ സംവിധാനത്തിലൂടെ തുടങ്ങിയത്. ഇന്നത് 10 വർഷം കഴിഞ്ഞപ്പോൾ ഒരുപാട് നമുക്ക് വിപുലപ്പെടുത്താൻ കഴിഞ്ഞു. അത് ഇത്തരം സംവിധാനങ്ങൾ കുറെ അധികം ലഹരിയിൽ നിന്ന് കുട്ടികളെ ഉൾപ്പെടെ രക്ഷപ്പെടുത്താൻ സഹായകരമായിട്ടില്ല. തീർച്ചയായിട്ടും. അതായത് ഞങ്ങളുടെ ഒരു മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ കലയും സ്പോർട്സും കൊണ്ട് ലഹരിയെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു മുദ്രാവാക്യം. കാരണം ഇന്നിപ്പോൾ നിലവിൽ രാജ്യത്തിൻ്റെ ഭാവി തന്നെ അപകടത്തിലാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഈ ലഹരി മാഫിയ എത്തിക്കഴിഞ്ഞു. അവരെ പ്രതിരോധിക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്യാൻസറിന് തൊലിപ്പുറത്ത് ചികിത്സിച്ചിട്ട് കാര്യമില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് വരുന്ന തലമുറക്ക് ചെയ്തു കൊടുത്തുകൊണ്ട് വേണം ഇതിനെ പ്രതിരോധിക്കാൻ. മനസ്സിലായി. അതിൻ്റെ ഞങ്ങളാൽ കഴിയുന്ന ഞങ്ങളുടെ ഒരു കൂട്ടം ആളുകളുടെ ഒരു എഫേർട്ടാണ് ബീച്ച് ഹെൽത്ത് ക്ലബ്ബ് എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ ജിമ്മാണ് ബീച്ച് ഹെൽത്ത് ക്ലബ്ബ്. അത് തുടങ്ങിയതിന് ശേഷം കണ്ണൂർ പയ്യാമ്പലത്ത് രണ്ടാമത്തത് വന്നു. അത് ഗവൺമെൻറ് സപ്പോർട്ടോടുകൂടി തുടങ്ങിയതാണ്. ഇത് ഞങ്ങൾ കൊച്ചിയിലുള്ള ഒരു കൂട്ടം ആളുകൾ, അത് ബീച്ചിൽ സ്ഥിരമായിട്ട് വരുന്ന ആളുകളുടെ ഒരു കോൺട്രിബ്യൂഷനും ചിന്തയും ഒക്കെയാണ് അങ്ങനെ ഒരു സംവിധാനം വരാൻ കാരണം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ലഹരിയെ പ്രതിരോധിക്കാൻ കൊറോണ കാലത്തുണ്ടായിരുന്നതിനേക്കാളും അപകടമാണ് ഇന്നത്തെ സാഹചര്യം. ഇതിനെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിലാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് പ്രതീകാത്മകമായിട്ടുള്ള പ്രതിരോധം. അതായത് ഇപ്പോൾ നമ്മൾ സിംബോളിക്കായിട്ട് കുറേ കാര്യം, ബൈക്ക് റാലി നടത്തും, നമ്മൾ മാരത്തോൺ നടത്തും. ഇതൊക്കെ സിംബോളിക്കായിട്ട് ലഹരിയെ പ്രതിരോധിക്കുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡയറക്റ്റ് ഇതിനെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള ക്യാമ്പയിനുകൾ സ്കൂള് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. കളിയിടങ്ങൾ പ്രധാനമായിട്ടും സ്കൂളുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. സ്കൂളുകളാണ് വിദ്യാലയം, കുട്ടികളെയാണ് ഒരു ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. കുട്ടികളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ നമ്മളും അവരെ വേണം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു 40-50 വയസ്സുള്ള ആളുകളിലേക്കൊന്നും ഇവരെ അപ്രോച്ച് ചെയ്യില്ല. ഇതിൻ്റെ ആ ബേസിക് ആയിട്ടുള്ള ഇഷ്യൂ എന്താണെന്ന് മനസ്സിലായി. പിന്നെ ഇതോടൊപ്പം തന്നെ ഗവൺമെൻറ് തലത്തിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എക്സൈസ് ആയിരുന്നാലും പോലീസ് ആയിരുന്നാലും നാർക്കോട്ടിക് ആയിരുന്നാലും ഇവരുടെയൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകൾ പഴയ ഒരു ഇതിൽ തന്നെയാണ്. ഇപ്പോൾ അവരുടെ സംവിധാനങ്ങൾ വളരെ കുറവാണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. മട്ടാഞ്ചേരിയിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസിൽ ആകെ ഉള്ളത് സ്റ്റാഫ് 12 പേരാണ്. ആ 12 പേരാണ്. ഈ 12 പേരെ വെച്ചിട്ട് വേണം കേരളത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് ലോബിയുടെ കേന്ദ്രമായിട്ടുള്ള കൊച്ചിയിലെ കാര്യങ്ങൾ ഇവർ നിയന്ത്രിക്കാനും അതിൻ്റെ പുറകിൽ പോകാനും. ഇതിൽ പല ആളുകളും എറണാകുളത്തായിരിക്കും പല സമയത്തും. മനസ്സിലായി. അപ്പം അവർക്ക് അവരുടേതായ സപ്പോർട്ട് കാര്യങ്ങൾ ഈ 3 ഡിപ്പാർട്ട്മെൻറ്റിനും ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഇതിനുള്ള നിയമനിർമ്മാണം പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നിപ്പോൾ പോലീസ് ഒരു കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വളരെ ആത്മാർത്ഥതയുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ 3 ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. അവർ കഷ്ടപ്പെട്ട് പിടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് നിയമത്തിൻ്റെ പഴുതിലൂടെ ഇതിൻ്റെ വലിയ വലിയ ആളുകൾ രക്ഷപ്പെട്ടു പോകുന്ന സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഈ ലഹരിയെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ 1-2 സബ്ജക്റ്റ് എടുത്തിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമല്ല. ബേസിക്കായിട്ട് നമ്മളെല്ലാ മേഖലയിലും കൊറോണയെ എങ്ങനെയാണോ പ്രതിരോധിച്ചത് അതേ മാർഗത്തിൽ എല്ലാ സ്ഥലത്തും നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് വളരെ വലിയൊരു നാശത്തിലേക്കായിരിക്കും പോകുന്നത്. വിദേശ രാജ്യങ്ങളിൽ തെരുവുകളിൽ നമ്മൾ കാണാറുണ്ട് ഇതിന് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ കിടക്കുന്നത് പോലെ കൊച്ചി അടക്കമുള്ള പ്രദേശങ്ങളിൽ എത്തപ്പെടും. അപ്പോൾ നമുക്ക് പാലങ്ങളും റോഡുകളും എല്ലാം വേണം. അതിനോടൊപ്പം ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ കൊടുക്കേണ്ടത് ഇതിനായിരിക്കണം. ശ്രീ എം സലീം, താങ്കൾ ഒരു അന്താരാഷ്ട്ര ഗുസ്തി റഫറിയാണ്. ഒരുപാട് താരങ്ങളെ ഈ മേഖലയിൽ താങ്കൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴും താങ്കളുടെ ശിഷ്യന്മാരാണ് എനിക്ക് തോന്നുന്നു ഈ മേഖലയിൽ ഇപ്പോഴത്തെ സ്റ്റാർസ്. അവര് ഈ കാലഘട്ടത്തിൽ നമുക്ക് അത്തരം താരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുവാൻ വളരെയധികം പ്രയാസപ്പെടുന്നില്ല. കാരണം പലരും ഇതിൽ നിന്ന് താല്പര്യമില്ലാതെ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ടിട്ട് പലരും പല വഴിക്ക് പോകുന്ന ഒരു സാഹചര്യമില്ലേ? ഞാൻ
എനിക്ക് 19 വയസ്സുള്ളപ്പം പരിശീലനത്തിലൊക്കെയാണ്. മറ്റൊന്നുകൊണ്ടല്ല, ചെറിയ കാലത്ത് പരിശീലനം. കാരണം ആ കാലഘട്ടത്തിൽ മട്ടാഞ്ചേരി എന്ന പ്രദേശം ബ്രൗൺ ഷുഗർ അടക്കമുള്ള ലഹരിയുടെ ഒരു വലിയൊരു കേന്ദ്രം വളരെ കഴിഞ്ഞായിട്ട് വരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ചിന്തിച്ചത്, സ്വന്തം ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുന്നവരൊരിക്കലും മയക്കുമരുന്ന് ഉപയോഗിക്കില്ല. അപ്പൊ ആ ഒരു പോളിസി വെച്ചാണ് ഓരോ വീടുകളിലും സൗജന്യമായിട്ട്, ഇതിന്റെ ഒരു കോഴ്സ് നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല, ഓരോ വീട്ടിൽ നിന്നും ഓരോ കുട്ടികളെ നമ്മുടെ പ്രത്യേകിച്ച് 5 അഡിഷൻ 3 അഡിഷൻ 4 അഡിഷൻ ഒക്കെ ഉള്ള അവിടെ ഒരു ഹബ്ബ്, ആ പിള്ളേരൊക്കെ കണ്ടെത്തി ഓരോരുത്തരെയും കൊണ്ട് സൗജന്യമായിട്ട് ഗുസ്തി പഠിപ്പിച്ച്, ബോക്സിംഗ് പഠിപ്പിച്ച്, വെയിറ്റ് ലിഫ്റ്റിംഗ്, അങ്ങനെയുള്ള ഒരു അയൺ ഗെയിംസ്. കാരണം അത് അവർക്ക് 2 ഗുണമുണ്ട്. കാരണം ഫുട്ബോളും ക്രിക്കറ്റും കളിക്കുന്നവരെയല്ല അയൺ ഗെയിംസിൽ വന്നത്. കാരണം ഇവർക്ക് മാനസികമായിട്ട് കാരണം ഒറ്റമുടി വീടുകളാണ് പലതും ഈ മട്ടാഞ്ചേരി മേഖലയിലുള്ളത്. അപ്പൊ അവരുടെ വീട്ടിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ഗുസ്തി പിടിച്ച് അവരൊന്ന് ജയിക്കുക, റിലാക്സേഷനാണ്, അവരുടെ മനസ്സിലുണ്ടായതെല്ലാം പോയി. അത്തരത്തിലുള്ളൊരു പവർലി അയൺ ഗെയിംസുകൾക്ക് ഉണ്ട്. ബോക്സിംഗ് അങ്ങനെ പിള്ളേരെ ഇതാക്കി എടുത്താണ്. അതിന്റെ ഭാഗമാവുകയും ചെയ്തു. കുറെ നാൾ മഴ ബ്രൗൺസിലടക്കമുള്ള അതൊക്കെ അവിടെ പോവുകയും ചെയ്തു. എന്റെ മാത്രമല്ല, എല്ലാവരും കൂട്ടായ പോലീസ് അടക്കമുള്ള, പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ പണ്ഡിതന്മാരടക്കം ഇറങ്ങി കുറേക്കുണ്ടായി. എന്നിരുന്നാലും അത് വിജയം കണ്ടു കുറച്ച്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് കളിയിടങ്ങളില്ല. നമുക്കറിയാലോ, ഒരു നഗരത്തിന്റെ ശ്വാസകോശം എന്നാണ് ഒരു കളികളെ പറയുന്നത്, മൈതാനങ്ങളെ പറയുന്നത്. ശരിക്കും ശരാശരി ഒരു നഗരപാലിക ബില്ലനുസരിച്ച് ഏറ്റവും ചുരുങ്ങിയത് 2.2 നഗരത്തിന്റെ വിസ്തീർണത്തിന്റെ 2.2 പ്രദേശമെങ്കിലും ഇത്തരം വിനോദ കേന്ദ്രങ്ങളായിരിക്കുന്നതാണ്. പക്ഷെ നമ്മളിത് സ്ഥിതി ചെയ്യുന്നത് നമുക്കിവിടെ ഗ്രൗണ്ടുകളില്ല. ഇന്നിപ്പം പശ്ചിമോച്ചി മേഖല 5 ഗ്രൗണ്ടാണുള്ളത്. അത് വലിയ മോശാവസ്ഥയിലാണ്. പിന്നെ പരി ഗ്രൗണ്ട്, വലിയ ഗ്രൗണ്ട്, സാന്റാക്രൂസ് ഗ്രൗണ്ട്, പിന്നെ നമ്മുടെ മുണ്ടമേല ഗ്രൗണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഈ പള്ളുരുത്തി ഗ്രൗണ്ട്. അപ്പൊ ഈ ഗ്രൗണ്ടുകളൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്നത് നമ്മുടെ നേരത്തെ റൂപ്സനകൾ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെ ചെയ്തുകൊണ്ടാണ് ഇവര്. ഇത് മെയിനായിട്ട് പറഞ്ഞാൽ നമ്മുടെ ജനപ്രതിനിധികളാണ് ഏറ്റവും വലിയ പോരാ. നമുക്കറിയാം, പല ഗ്രൗണ്ട് ആദ്യം ഒരു 1.5 മീറ്റർ പൊക്കത്തിലാണ് നമ്മുടെ ഡൊമിനിക് പ്രസന്റേഷൻ, അദ്ദേഹം കായിക മന്ത്രിയായിരുന്നു. അവിടെ 50 കൊല്ലത്തോളം 54 കൊല്ലത്തോളം ഗ്രൗണ്ട് പരിശീലനം നടക്കുന്ന ഒരു വ്യക്തിയാണ് പ്രൊഫസർ ഡിസൂസ. അങ്ങനെയോട് പോലും കൺസൾട്ട് ചെയ്യാണ്ട് ഒരു ഇതുണ്ടാക്കി. എന്തായാലും ഒരു പിള്ളേർ കാണിട്ട് 2 പേരെ കയ്യിലൊട്ടിക്കും. അതിനുശേഷം അത് മാറ്റി നിരപ്പാക്കി. പിന്നെ ഫിഫയുടെ കുറെ മണ്ണിറക്കി, കോട്ടിലിറക്കി. ഒരു ഫിഫയുടെ കളി പോലും കളിച്ചില്ല, പരിശീലനം പറ്റില്ല. ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാമല്ലോ. ഈ കാര്യങ്ങൾ മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ല എന്ന് പറയുമ്പോൾ പൊതുവെ കായിക രംഗത്തിൽ മികച്ച ഒരു പ്രകടനം. പക്ഷെ ഈ ലാസ്റ്റത്തെ ഒരു കണക്കറിയോ, അത് അത്ലറ്റിക്സ് ഇനത്തിൽ ഏതാണ്ട് 300ഓളം, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അനുസരിച്ച് 300ഓളം മെഡലുണ്ട്. ഒരു മെഡൽ പോലും നമ്മുടെ മട്ടാഞ്ചേരി ഉപജില്ലയിൽ കിട്ടിയില്ല. കാരണം നമ്മുടെ ഗ്രൗണ്ടിന്റെ പാവം പല ഗ്രൗണ്ടിൽ ആ വേലി എടുത്ത് കളയാനായിട്ട് MLA നമ്മളെ അടക്കം പോയിട്ട് എത്രയോ പ്രാവശ്യം കളയില്ല. ഈ 100 മീറ്റർ ഓടാൻ കേൾപ്പുണ്ട്. വലിയ ഗ്രൗണ്ടിലെ ടൈൽസ് എങ്ങനെ ഓടും കുട്ടികൾ. സാന്റാക്രൂസ് ആണ് അതിനേക്കാളപ്പുറം. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ തോപ്പുംപടി ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫായിട്ട് ഗ്രൗണ്ടാണ്. അത് ഇഞ്ചുറി ഉറപ്പാണ്. എന്ത് കളിക്കാൻ പറ്റില്ല, അശാസ്ത്രീയമായ ഒരു നിർമ്മാണം. അവിടെ ഒരു കളി നടത്താതിരിക്കലായിരുന്നു നല്ലത്. വലിയ അപകടങ്ങൾ. പിന്നെ വലിയ അപകടങ്ങൾ. ഇപ്പൊ ഇത്ര കുട്ടികൾക്ക് കൈയും കാലും കൂട്ടി വെക്കുന്നു. പരകളുടെ അവസാനം അതുപോലെ തന്നെ യാതൊരു കാരണവശാലും ഈ സ്പോർട്സ് മൈതാനങ്ങൾ മറ്റുള്ളതിന് കൊടുക്കാൻ പാടില്ല. അവിടെ വിനായകയുടെ പരിപാടിയാണ് നിറച്ചു കുഴിക്കും. എന്നും വേണ്ട ഈ കാർണിവൽ ഒരിക്കലും പപ്പയെ കത്തിക്കുന്ന അടക്കം ഈ ഗ്രൗണ്ടിൽ കൊടുക്കാൻ പാടില്ല. 50,000-60,000 ആളുകൾ നിന്ന് തുള്ളത്. ആ ഗ്രൗണ്ടിന്റെ അവസ്ഥ എന്താണ്? അത് ലഹരിയിലടക്കം. ആ ഗ്രൗണ്ടിന്റെ കൊള്ളാം. അപ്പൊ ഇത്തരം പ്രവണതകൾ ഒഴിവാക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമ്മൾ കുട്ടി കളിക്കുന്ന പിള്ളേർ പോലും കളിക്കാനുണ്ട്. പിള്ളേർക്ക് എല്ലാവർക്കും കളിക്കുന്ന ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് കളിക്കാൻ ഇടമില്ല. അപ്പൊ അതാണ് ആദ്യം സജ്ജീകരിക്കേണ്ടത് നമുക്ക് ഗ്രൗണ്ടുകളാണ്. അതുണ്ടായെങ്കിൽ മാത്രമേ ഇതിന്റെ ഒരു കൺട്രോളുകളുള്ളൂ. ഒരു കുട്ടി കളിക്കാൻ ഒരു ആഗ്രഹം വരുള്ളൂ. എന്റെ ശരീരം സൂക്ഷിക്കണമെന്നൊരു ആഗ്രഹം ആ കുട്ടികൾക്ക് ജനിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള നടപടികളാണ്. അതിന് ജനപ്രതിനിധികൾ നല്ല കരുത്തരായിരിക്കണം. ഷഗീർ കുമ്പളങ്ങി പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റാണ്. നമുക്കറിയാം, കുമ്പളങ്ങിയില് ഫുട്ബോൾ ഒരു വലിയ ഹരമാണ്.
ഫുട്ബോൾ മാത്രമല്ല മറ്റു മേഖലകളിലൊക്കെ അവിടെ സ്പോർട്സ് മേഖലയിലൊക്കെ ഇപ്പൊ ഒത്തിരി അല്ലേ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ക്ലബ്ബുകൾ വരെ ഉണ്ട് അവിടെ. പക്ഷെ അവിടെയൊക്കെ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം കളിക്കളം ഇല്ല എന്നുള്ളതാണ്. കളിക്കളം ഇല്ല എന്നുള്ളത് മാത്രമല്ല, മുമ്പ് അവർ കളിച്ചിരുന്നത് അന്ന് വലിയ പറമ്പുകളായിരുന്നല്ലോ. ഓരോരുത്തരുടെയും ഇപ്പൊ സഗീറിന്റെ ഒരു വീടും ഒഴിഞ്ഞ കുറെ പറമ്പുണ്ടാവും. അവിടങ്ങളിലൊക്കെ സ്വകാര്യ വ്യക്തികളുടെ ആണെങ്കിൽ പോലും അവിടെയൊക്കെ കളിച്ചിരുന്നു. ഇപ്പൊ അതിനു പോലും കഴിയാത്ത സാഹചര്യം അവിടുത്തെ കുട്ടികൾക്കുണ്ട്, മുതിർന്നവർക്കൊക്കെ ഉണ്ട്. ഏറെ നാളായല്ലോ ഈ കളിക്കളത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത്. പക്ഷെ എന്താണ് ഇപ്പൊ അതിനകത്ത് ഒരു തടസ്സം? കുമ്പളങ്ങിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയുകയാണെങ്കിൽ നല്ല വോളിബോൾ പ്ലെയർ, അതുപോലെ തന്നെ ഫുട്ബോൾ പ്ലെയർ, കബഡി, അങ്ങനെയുള്ള നല്ലൊരു കായികമായിട്ട് ഒട്ടേറെ ആൾക്കാർ അവർക്കെല്ലാവർക്കും ജോലി വരെ കിട്ടിയിട്ടുണ്ട്. ഒത്തിരി പേര് പോലീസിൽ കിട്ടിയിട്ടുണ്ട്. ഒത്തിരി ബാങ്കുമായി ബന്ധപ്പെട്ട് സ്പോർട്സ് കോട്ടയിൽ ഒത്തിരി പേര് ജോലിക്ക് വേടിയ ഏറ്റവും വലിയൊരു പ്രദേശമാണ് കുമ്പളങ്ങി പ്രദേശം. അന്ന് വിജനമായ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 2 സെന്റ് സ്ഥലം പോലും അവിടെ ഇല്ല. അപ്പൊ കഴിഞ്ഞ 25 കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടെ കലാഗ്രാമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ഏക്കറും 37 സെന്റ് സ്ഥലവും നികത്തി ചുറ്റിനും കല്ല് കെട്ടിയ ഒരു സംഭവം ഉണ്ടായി. അന്ന് ഒരു കലാഗ്രാമമാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അന്ന് ആ കലാഗ്രാമം നടന്നില്ല. പിന്നീട് വന്ന 10-15 വർഷം വരെ ഡെഡായിട്ടിരുന്ന ഭൂമി കഴിഞ്ഞ ഭരണസമിതി അവിടെ റോഡ് അവിടെ എത്തിച്ചു. ഒരു 40 ലക്ഷം രൂപ ഓൺ ഫണ്ട് ഉപയോഗിച്ച് അവിടെ ഒരു റോഡ് വരെ എത്തിച്ചു. അത് പൂർത്തീകരിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. പിന്നീട് ഞങ്ങൾ ഭരണസമിതിയിൽ വന്നു. ഞങ്ങൾ 17 മെമ്പർമാർ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ 17 മെമ്പർമാരും ആദ്യം പോയത് ആ കളിക്കളം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയാണ് പോയത്. ഞാൻ എൻ്റെ യുവജന പ്രസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായ സമയത്തും അല്ലാതെയും ഒട്ടേറെ കളിക്കളത്തിന് വേണ്ടി ഒട്ടേറെ സമരങ്ങൾ നടത്തുകയും ഒത്തിരി കേസുകളും അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷെ ആ കസേര ഞാനൊരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ആഗ്രഹമായിരുന്നു ഒരു കളിക്കളം യാഥാർത്ഥ്യമാക്കണം എന്നുള്ളത്. അപ്പോൾ ആ കളിക്കളത്തിന് വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടി. കാര്യം ആ ഫയല് ഏകദേശം ഒരു 5 പേപ്പറുള്ള ഒരു ഫയല്, ഇന്നിപ്പോൾ ആ ഫയൽ ഒരു 65ഓളം പേപ്പർ തന്നെ ആ ഫയലുണ്ട്. ആദ്യം ഡീറ്റെയിൽ സർവേ നടത്തണമെന്ന് പറഞ്ഞു. ഡീറ്റെയിൽ സർവേ നടത്താൻ വേണ്ടി ഒത്തിരി കാർഡുകളുണ്ട്. കാർഡുകൾ വെട്ടിക്കഴിഞ്ഞാൽ അത് ഡീറ്റെയിൽ സർവേ എടുത്തോളൂ. ലാസ്റ്റ് ഡീറ്റെയിൽ സർവേ കാർഡുകൾ വെട്ടി ഡീറ്റെയിൽ സർവേ നടത്തി. അങ്ങനെ ഡീറ്റെയിൽ സർവേയിൽ 2 ഏക്കർ 37 സെന്റ് സ്ഥലം, വളരെ ചുറ്റും പുഴയായിട്ടുള്ള വലിയൊരു സംവിധാനം, നല്ലൊരു കേരളത്തിലെ ഏറ്റവും നല്ലൊരു കളിക്കളമായിട്ട് അത് മാറിയാണ്. പക്ഷേ എന്നിട്ട് ഹൈബി ഈഡന്റെ 20 ലക്ഷം രൂപ കല്ല് കെട്ടാനായിട്ട് ഓഫർ ചെയ്തു. 15 ലക്ഷം രൂപ പഞ്ചായത്തിന്റെ ഒരു ഫണ്ട് വെച്ചു. 10 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് വെച്ചു. RDOക്ക് പെർമിഷൻ കൊടുത്തു. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാത്തിനും വിഘടനവാദികളുണ്ട്. കോൺഗ്രസ് ആണ് അവിടെ ഭരിക്കുന്നത്. ക്രെഡിറ്റ് ഭരണസമിതിക്ക് കിട്ടും എന്നുള്ള ഒരൊറ്റ ഇതില് CRS സത്യം പറഞ്ഞാൽ CRS നമ്മൾ വേറെ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തുന്നില്ല. CRSൽ ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനം നടത്തിയാൽ മാത്രമേ പ്രശ്നമുള്ളൂ. നിലവിലുള്ള ഒരു കല്ലുകെട്ടിനും എക്കല് ഉള്ള ഭൂമിയായിട്ടുള്ള മണ്ണ് ഒന്ന് ഡ്രഡ്ജ് ചെയ്യൽ മാത്രമേ ഉള്ളൂ. പക്ഷേ എന്താണ് അവിടെ സംഭവിച്ചത്? ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് ഊമക്കത്തും കൊടുത്തു. ഫോണിലൂടെയും നേരിട്ടും പറഞ്ഞു അവിടെ CRS പെർമിഷൻ ഇല്ലാതെ ചെയ്യാൻ സാധിക്കില്ല, ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞൊരു അടിസ്ഥാനത്തിൽ CRS കൊടുത്തു. കല്ല് കെട്ടാനും ഇതെല്ലാം ഫണ്ടും എല്ലാം എസ്റ്റിമേറ്റ് എല്ലാം റെഡിയാക്കി CRS കൊടുത്തു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയ റിപ്പോർട്ട് എന്ന് വെച്ചാൽ CRS പരിധിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വാക്കാലിന് പറഞ്ഞേക്കുന്നത്. റിട്ടേൺ ആയിട്ട് അവർ എഴുതി തന്നിട്ടില്ല. സാറ് റിട്ടേൺ ആയിട്ട് എഴുതി തന്നെയെന്ന് പറഞ്ഞു. കാരണം എന്താ, നമ്മൾ ഇത്രയും പരിശ്രമിച്ചിട്ട് പോലും ഗവൺമെന്റ് ഇതിൽ അംഗീകരിക്കുന്നില്ല. ഗവൺമെന്റ് ഒന്നും നഷ്ടപ്പെടാനില്ല. അവിടെ ഓൾറെഡി 10 വർഷങ്ങൾക്ക് മുമ്പ് 19 ലക്ഷം രൂപ ചെലവായ ഭൂമി. ഫണ്ട് എല്ലാം ഉണ്ട്. ഇക്കാര്യത്തില് MLA നിങ്ങൾ ധരിപ്പിച്ചു? സ്വാഭാവികമായിട്ട് MLAക്ക് ഇത് അറിയാവുന്ന ഒരു കേസാണ്. MLAനോട് ഇത് വാക്കാലിനൊക്കെ കഴിഞ്ഞ പ്രസിഡന്റൊക്കെ ധരിപ്പിച്ചതാണ്. പക്ഷെ CRS വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ MLAക്ക് ഒന്നും ചെയ്യാനില്ല. MLAക്കോ MPക്കോ അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റിനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. CRS പെർമിഷൻ വേണം. പക്ഷെ ഒരു കാര്യം പറ്റും, യാതൊരു നിർമ്മാണ പ്രവർത്തനം ഇല്ല. നിലവിലുള്ള ഒരു കല്ല് കെട്ടുന്നു, നിലവിലുള്ള മണ്ണ് എക്കല് നീക്കാൻ വേണ്ടി ഡ്രഡ്ജ് ചെയ്യുന്നു. അതിന് ഇത്രയും പൈസ 45 ലക്ഷം രൂപ മുടക്കിയിട്ട് പോലും അത് യാഥാർത്ഥ്യമാകാൻ പറ്റുന്നില്ല. ഇനി അടുത്ത കാലത്തൊന്നും യാഥാർത്ഥ്യമാകാൻ സാധ്യതയുമില്ല. എനിക്കത് 99% നടപ്പിലാക്കാൻ പറ്റില്ലെന്നാണ് ഇന്നലെ അവർ എന്നെ ഫോൺ ചെയ്ത് പറയുന്നത്. റിട്ടേൺ ആയിട്ട് എഴുതി തരാൻ പറഞ്ഞിട്ടുണ്ട്. ബന്ധപ്പെട്ട അധികാരികളുടെ ഒരു ഇടപെടലാണ് ഒരുപക്ഷെ ഇതിന് തടസ്സമായിട്ട് 100%. അതായത് അവിടെ രാഷ്ട്രീയം കണ്ടു. അവിടെ കോൺഗ്രസ് ഭരിക്കുന്ന അവിടെ കുമ്പളങ്ങിയിലെ രാഷ്ട്രീയം കണ്ടുകൊണ്ട് മാത്രമാണ്
അതായത് പ്രതിപക്ഷ മെമ്പർമാർ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ അകത്ത് കുറിപ്പ് വരെ എഴുതിയിട്ടായിട്ട് അറിയാം. അതായത് ഡ്രഡ്ജിങ്ങിന് സ്വാഭാവികമായിട്ട് നിയമത്തിന്റെ അനുസൃതമായി വന്നതിനെ പറ്റി ഉദ്യോഗസ്ഥന്മാർക്ക് വല്ലതും ചെയ്യാണ്ട്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വെട്ടി എഴുതി തന്ന് ഒരു കാര്യം ഡ്രഡ്ജിങ്ങിന് വേണ്ട എക്കൽ നീക്കാവുന്ന രീതിയിൽ മത്സ്യബന്ധനം യാഥാർത്ഥ്യമാക്കുവാനും ആഴം കിട്ടാൻ വേണ്ടിയുള്ള അങ്ങനെയാണ് ഞങ്ങളൊരു പ്രൊജക്ട് തന്നെ വെച്ചത്. പക്ഷെ ഡ്രഡ്ജ് ചെയ്യാൻ പോലും പറ്റുന്നൊരവസ്ഥ. ഇപ്പൊ ഒരു ജനപ്രതിനിധിയുടെ വാക്കുകളുണ്ട്, അതായത് ഒരു കളിക്കളത്തിന് വേണ്ടി പണം ഉണ്ടായിട്ടും ഇത്രയധികം ബുദ്ധിമുട്ടിയിട്ടും സാങ്കേതിക തടസ്സങ്ങളിൽ ഊന്നിക്കൊണ്ട് അത് ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യം, ഒരു ഭൂഷണമാണ്. അല്ല, ഇത് ഇങ്ങനെയുള്ള ചിന്താഗതികളാണ് നമ്മളെ നാടിൻ്റെ ഡെവലപ്മെന്റ്സിനെ പുറകിലേക്ക് വലിക്കുന്നത്. മനസ്സിലായോ? ഇത്തരം ചിന്താഗതികളും കുടുസായിട്ടുള്ള രാഷ്ട്രീയ ചിന്താഗതികളാണ് പല കാര്യങ്ങളും നമ്മളുടെ നാട്ടിലേക്ക് വരുന്നത് തടയുകയും നാടിൻ്റെ ഡെവലപ്മെന്റ്സിനെ പുറകിലേക്ക് വലിക്കുകയും ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളാണ്. അത് പിന്നെ ശരിക്കും പറഞ്ഞാൽ എങ്ങനെ മാറും എന്നുള്ളതാണ് വിഷയം. മനസ്സിലായോ? അതായത് നമ്മളുടെ അത് ഒരുപാട് വിഷയങ്ങൾ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. അതിപ്പോ ഒറ്റയടിക്കൊന്നും മാറ്റാൻ കഴിയുന്ന വിഷയമല്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഒറ്റയടിക്ക് മാറ്റാൻ കഴിയുന്ന വിഷയമല്ല, പക്ഷെ നമ്മുടെ ഒരു തലമുറ ഇല്ലാതായി കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും നമ്മളെ എല്ലാവരും ഒരേ സ്വരത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു കാലഘട്ടമാണത്. മനസ്സിലായ? നാട് മൊത്തത്തിൽ ഒരു വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുന്ന സമയത്ത് രാഷ്ട്രീയത്തിന് അതീതമായി ജാതി മത ചിന്തകൾക്ക് അതീതമായി ഒക്കെ ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് നാടിന്റെ വികസനം എന്ന് പറയുന്ന കാര്യത്തിൽ യഥാർത്ഥ വികസനം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ഒരു ജനതയാണ്. തീർച്ചയായിട്ടും ആരോഗ്യമുള്ള ഒരു ജനതയെ സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം കളിയിടങ്ങൾ നിർബന്ധമാണ്. അതാണ് അതിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ജനകീയമായിട്ടുള്ള ഒരു മുന്നേറ്റം കൊണ്ടുവരും. ജനങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത്, ജനങ്ങളെ സംഘടിപ്പിക്കുക. ഈ സാധനത്തിനോട് ആവശ്യം ഏത് നിയമമാണ് ജനരോഷത്തിന് മുമ്പിൽ നിൽക്കുന്നത്, അതിന് നിങ്ങൾ ജനങ്ങളെ സംഘടിപ്പിച്ചിട്ട് ഒരു ശക്തമായിട്ടുള്ള ഒരു സമരത്തിന് തയ്യാറാവണം, ആവശ്യം പറയണം, യുവജനങ്ങളെ സംഘടിപ്പിക്കണം. അവിടെ അതിന് എല്ലാവരും കൂടെ നിൽക്കും. ഇപ്പൊ ഈ നമ്മൾ മയക്കുമരുന്നിനെ തന്നെ നേരിടേണ്ടത് രാഷ്ട്രീയത്തിന് അതീതമായി ജാതി മത ചിന്തകൾക്ക് അതീതമായി ഒറ്റക്കെട്ടായി കൊറോണ കാലത്ത് എങ്ങനെയാണോ നമ്മൾ നിന്നത് അതേപോലെ ഇതിനെ നേരിടണം. അതേപോലത്തെ ഒരു സംഭവമാണ് ഇപ്പൊ ഈ നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ ഇറങ്ങിത്തിരിക്കണം. അങ്കിളെ, ഈ അങ്കിളും ഒക്കെ സലീം ഭായി ആണെങ്കിൽ ഉൾപ്പെടെ പലതവണ പരേഡ് ഗ്രൗണ്ട് ഒരു കളിക്കളമായി തന്നെ നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരരംഗത്ത് ഈ പ്രായത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാം ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യം. അവിടെയും ഫണ്ടുണ്ട്, ആവശ്യത്തിന് ഫണ്ടുണ്ട്, പക്ഷേ തടസ്സങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഈ തടസ്സം? ഇത് വികസനത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്തായിരിക്കും എന്നാണ് അങ്കിൾ കരുതുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ ഈ സ്പോർട്സിൽ പൊളിറ്റിക്സ് ഇൻ്റർഫിയർ ചെയ്ത് ഓൺലി സ്പോർട്സ് ഫസ്റ്റ്. ഒരുപാട് പണങ്ങൾ പാസ്സാവണം, പൈസ പാസ്സാവണം. ഈ പൈസ എവിടെ പോകണമെന്ന് അറിയില്ല. കോടികൾ പാസ്സാവും, ഒരു 10-15 ലക്ഷം ചിലവാക്കും. അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഈ പൊളിറ്റീഷ്യൻസിനെ ഈ സ്പോർട്സിലേക്ക് കൊണ്ടുവരണം. എൻ്റെ മനസ്സ് പറഞ്ഞ് പിള്ളേരുടെ ഭാവിക്ക് വേണ്ടി ഗ്രൗണ്ടിൽ വരുത്താൻ വേണ്ടി, അല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. സ്പോർട്സിൽ പറ്റില്ല. അതുള്ളവർ നമ്മുടെ രാജ്യം നന്നാവില്ല. അവർ മാറിയാൽ നമ്മുടെ രാജ്യം നന്നാവും. ഒളിമ്പിക്സ് കളിക്കുക, ഏഷ്യൻ ഗെയിംസ് കളിക്കുക, വേൾഡ് കപ്പ് കളിക്കുക. 1.5 കോടി ജനം ഉണ്ടായിട്ട് ഒരു വേൾഡ് കപ്പ് കളിക്കാൻ പറ്റില്ല, ഒരു ഒളിമ്പിക്സ് ഇപ്പോൾ കളിക്കാൻ പറ്റില്ല. 56 ലാസ്റ്റ് ഒളിമ്പിക്സ്, ലാസ്റ്റ് ഏഷ്യൻ ഗെയിംസ് 51 സലീം മന്നയുടെ ക്യാപ്റ്റൻസിയിൽ നമ്മൾ ഏഷ്യൻ ഗെയിംസ് ഫുട്ബോൾ ജയിച്ച്, 62 ചുനി ഗോസ്വാമിയുടെ ക്യാപ്റ്റൻസിൽ നമ്മൾ ഏഷ്യൻ ഗെയിംസ് ജയിച്ച്, 1948 ലണ്ടൻ ഒളിമ്പിക്സ് ഡോക്ടർ താൽ ആൽ മറു നാഗാലാൻഡുകാരൻ നമ്മൾ ഒളിമ്പിക്സ് കളിച്ച്, 52 സലീം മന്ന 52 ഹെൽസിംഗി ഒളിമ്പിക്സ് കളിച്ച്, 56 എസ് ബാനർജി മെൽബൺ ഒളിമ്പിക്സ് കളിച്ച്, 60 PK ബാനർ ഒളിമ്പിക്സ് കളിച്ച്. നമുക്ക് ഇന്ത്യ ഒളിമ്പിക്സിന് വേൾഡ് കപ്പ് കളിക്കാം, വെരി ഈസിയാണ്. ക്വാളിഫിക്കേഷൻ ഇല്ലാണ്ട് ഇന്ത്യനെ അടുത്ത കളി. അപ്പം നമുക്ക് ഡയറക്റ്റ് എൻട്രി കിട്ടും, അല്ലാണ്ട് ബുദ്ധിമുട്ടുള്ള കാര്യം. ഈ പൊളിറ്റിക്സ് ഉള്ളവരെയും ഒളിമ്പിക്സ് വേൾഡ് കപ്പ് ഇന്ത്യ ഒരിക്കലും കളിക്കില്ല.
എൻ്റെ ഒരു ആഗ്രഹമാണ് ഇവർ മാറിയ സ്പോർട്സ്മെൻ വരണം, അവർ വന്ന് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകും. അത്രേ ഉള്ളൂ. സലീം ഭായി, ഈ ഇപ്പൊ പരേഡ് ഗ്രൗണ്ടിന്റെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. ഒരുപാട് ഈ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ പോലും വലിയ ഇടപെടൽ അതിനകത്ത് നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും അതിന്റെ ഒരു ചലനം ഉണ്ടാകുന്നില്ല. ഇതിന്റെ തൊട്ട് കുറെ ലൈറ്റുകൾ സ്ഥാപിക്കുന്നു, കുറെ ഇരിപ്പിടങ്ങൾ സ്ഥാപിക്കുന്നു. ഇതിനപ്പുറത്തേക്ക് അവിടെ ഒരു സ്പോർട്സ് എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് കളിക്കുവാൻ, വിനോദത്തിൽ ഏർപ്പെടാനുള്ള ഒരു സംവിധാനത്തിലേക്ക് ഇപ്പോഴും വരുന്നില്ല. എന്താണ് ഇതിന്റെ നവീകരണത്തിന് തടസ്സമായി നിൽക്കുന്നതെന്നാണ് സലീം ഭായി കരുതുന്നത്? നവീകരണത്തിന്റെ തടസ്സം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ പൊളിറ്റിക്സാണ്. അതായത് എനിക്ക് പിന്നെ CG രമേശ് അവിടെ കൗൺസിലറായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ജനകീയാസൂത്രണ പദ്ധതിയിൽ ഒരു പ്ലാൻ കൊണ്ടുവന്നു. ഒരു ചെറിയ ഒരു 1.5 അടി പൊക്കത്തിൽ മുതൽ ചുറ്റുമുള്ളിൽ കെട്ടാന്നുള്ളത്. അന്ന് കൊച്ചിയുടെ പഴയ മേയർ എതിർപ്പായിട്ട് വന്നു. അറിയാം, നമുക്ക് കൊച്ചിയുടെ പല വികസന പ്രവർത്തനങ്ങൾക്കും ഇങ്ങനെയുള്ള ആളുകൾക്ക് വരവച്ചിട്ട് വന്നത്. ഇപ്പൊ ഇവിടെ തന്നെ ഈ പരേഡ് പകുതി ഭാഗം പിന്നെ സംരംഭം കൂടെ വായ്പ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം, ഈ രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം വരുമാനം എന്നുള്ളൊരു കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, കുട്ടികളുടെ ഭാവി എന്ന് ചിന്തിക്കുന്നില്ല. അപ്പൊ അതിൽ പിന്നെ ഒരു സമരങ്ങളൊക്കെ ഉണ്ടായപ്പം അത് വെച്ച് നിന്നു. ഇപ്പോഴാ ഫെൻസിങ് മാറ്റിക്കഴിഞ്ഞാൽ കുട്ടികൾ കളിക്കാൻ പറ്റൂടെ. അതുപോലെ തന്നെ ഇപ്പൊ ഇവര് പറയുന്നത് നമുക്ക് കടപ്പുറത്ത് കത്തിക്കാൻ പപ്പൻ കത്തിക്കാൻ സ്ഥലമില്ല എന്ന് പറയുന്നത്. 5 കോടി രൂപ ഇപ്പോൾ പിന്നെ നമ്മുടെ കടപ്പുറം ഇതിനു വേണ്ടി പാസ്സായിട്ടുണ്ട്. നമ്മുടെ ITI മദ്രാസ് ITI ഒരു പദ്ധതി കടപ്പുറം നവീകരണത്തിന് കൊണ്ടുവന്നായിരുന്നു. 8 കോടി രൂപയാണ്. അത് അവർ ഗ്യാരണ്ടി പറയുന്നത്. സർക്കാർ, കേന്ദ്ര സർക്കാരിന്റെ ഒരു കമ്പനി തന്നെയുള്ളൂ. ആ പഴയതുപോലെ ഏതാണ്ട് 1 കിലോമീറ്ററോളം കടൽ തിരിച്ചു കിട്ടുമെന്നുള്ള ഗ്യാരണ്ടിയാണ് അവർ പറയുന്നത്. പക്ഷെ അധികകാരം പോകുന്നില്ല. കാരണം ഇത് എപ്പോഴും നിലനിൽക്കണം. ഈ കടപ്പുറത്തെ പ്രശ്നങ്ങൾ എപ്പോഴും നിന്നാലേ ഇവർക്ക് വരുമാനമുണ്ടാവും, ഈ രാഷ്ട്രീയക്കാർക്ക് വരുമാനമുണ്ടാവും. അത് ഇടതും വലുതും BJP ഒന്നുമില്ല, എല്ലാ രാഷ്ട്രീയക്കാരും അക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ കുട്ടികൾക്ക് വളരെ കഴിവുള്ള കുട്ടികളാണ്. ഇപ്പം ഞാൻ തന്നെ വിവിധ കായികങ്ങളിൽ പിന്നെ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. 6 ഇന്റർനാഷണൽ മെഡൽസ് കൊച്ചിയിലേക്ക് കൊണ്ടുവരാൻ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 26ഓളം കുട്ടികൾക്ക് സർക്കാർ ജോലി കയറ്റാൻ പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ കുട്ടികൾക്ക് കഴിവുണ്ട്. പക്ഷെ അതിനുള്ള അത് പ്രകടിപ്പിക്കാൻ, പ്രയോജനപ്പെടുത്താൻ നമുക്ക് ഈ സംവിധാനങ്ങൾ ലഭിക്കുന്നില്ല. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഇവിടെ പൊളിറ്റിക്സൊക്കെ മാറ്റി വെക്കാം. കാരണം നമ്മൾ നമ്മുടെ കുട്ടിയുടെ ഭാവിയാണ് നോക്കേണ്ടത്. നമ്മുടെ പ്രദേശം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മെഡൽ പോലും നമുക്ക് മട്ടാഞ്ചേരി ഉപജില്ലയിൽ കിട്ടിയില്ല. എന്ത് മോശതരമെന്ന് നോക്കിയേ. ഇവരൊക്കെ പോലെ അഭിമാനത്തോടെ പറയുന്നുണ്ടല്ലോ, അങ്ങനെയാണ് ഇങ്ങനെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ. ഒരു മെഡൽ പോലും നമുക്ക് അത് ഉപജില്ലാ മത്സരത്തിൽ പറ്റാൻ പറ്റില്ല. അത്രത്തോളം നമ്മൾ താഴെ പോയി. ഇപ്പം അറിയാം, നമ്മുടെ ദേശീയ മത്സരത്തിൽ നമ്മൾ വളരെ പുറകില്ല, നാഷണൽ ഗെയിംസിൽ. ഈ ഒരു സിറ്റുവേഷനൊക്കെ എല്ലാം വരുന്നത് ഈ പൊളിറ്റിക്സാണ്. ഈ പൊളിറ്റിക്സ് പോയാൽ മാത്രമേ ഗ്രൗണ്ട് നന്നാവുള്ളൂ. ഈ പറഞ്ഞ പോലെ ഈ ലഹരിക്കെതിരെയുള്ള പ്രതിരോധം ആവുള്ളൂ. ഈ ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണല്ലോ പിന്നെ സഗീർ. ഇപ്പൊ ഇവര് 3 പേരും സംസാരിച്ചതിൽ രാഷ്ട്രീയം ഈ കളിയിൽ അല്ലെങ്കിൽ ലഹരി പിന്നെ ഈ സ്പോർട്സിൽ വരുമ്പോഴാണ് പലപ്പോഴും തകരാറാവുന്നതെന്നാണ് ഇവരുടെ എല്ലാ അഭിപ്രായം. എന്താണ് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സഗീറിന്റെ അഭിപ്രായം? അതിൽ ഞാൻ വിയോജിക്കുന്നു. കാര്യം ഒരു പൊളിറ്റീഷ്യൻ, സാധാരണ ഒരു പൊളിറ്റീഷ്യനാണ് എങ്ങനെയാണ്, അവന്റെ നാടിന്റെ സേവന മനോഭാവം, ആ നാടിന്റെ ഐക്യവും, ആ അഖണ്ഡത, അവിടുത്തെ ഒരു മതേതരത്വം, അതൊക്കെ എല്ലാം കൂടി കാത്തുവെച്ചാണ് ഒരു പൊതു സേവനാകുന്നത്. ആ പൊതുസേവനത്തിലൂടെയാണ് അവനൊരു രാഷ്ട്രീയ പാർട്ടി തിരഞ്ഞെടുക്കുന്നത്. അവൻ അതിലൂടെ പ്രവർത്തിക്കുന്നു. നിങ്ങൾ എല്ലാം രാഷ്ട്രീയക്കാരെയും അങ്ങനെ കാടടച്ച് വെടിവെക്കരുത്. എല്ലാത്തിലും ഉണ്ടല്ലോ, എല്ലാത്തിലും ഉണ്ട് നല്ലതും ചീത്തതും ഉണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ പ്രതിദാനം ചെയ്യുന്ന എന്റെ നാടിനെ, എന്റെ ഗ്രാമത്തിന്റെ കുമ്പളങ്ങിയെ സംബന്ധിച്ചുള്ള പറയുകയാണെങ്കിൽ, അവിടെ ഇത് ചെയ്യാൻ ഈ നിയമത്തിന്റെ പ്രശ്നം മാത്രമേ വന്നുള്ളൂ. താങ്കൾ പറഞ്ഞത് മറ്റൊരു രാഷ്ട്രീയക്കാര് എതിർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് മറ്റുള്ള രാഷ്ട്രീയക്കാരെ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ എതിർത്തെന്ന് പറഞ്ഞു വെച്ചാല്, അവര് പറഞ്ഞു വെച്ചാല് CRZ ആണ്. CRZ-മായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമം അനുശാസിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ റിപ്പോർട്ട് അങ്ങോട്ട് പണി കഴിഞ്ഞില്ലേ? അതൊരു എതിർപ്പാണ്. അതിന്റെ പുറകിൽ രാഷ്ട്രീയമുണ്ട്. അതൊരു എതിർപ്പാണ്. ഞാൻ പറഞ്ഞത്, ഞാൻ പച്ചായിട്ട് പറഞ്ഞു, അതൊരു എതിർപ്പുണ്ട്. പക്ഷെ രാഷ്ട്രീയക്കാരത് സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു എല്ലാവരെയും ഇത് ചെയ്യുന്ന കാര്യം. രാഷ്ട്രീയക്കാർ ഈ നാടിന്റെ ഒരു സ്വത്താണ്. അവർ ഏത് രാഷ്ട്രീയത്തിലായിക്കോട്ടെ. പക്ഷെ രാഷ്ട്രീയം നോക്കാം. പക്ഷെ ഈ കായികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ അറിയാലോ, വാശിയാണ്.
ഇപ്പൊ പൊളിറ്റിക്സ് ഒരു അസോസിയേഷൻ ഉണ്ടെങ്കിൽ അത് പിടിക്കാനായിട്ട് ഇപ്പൊ സ്റ്റേഡിയം വന്നത് കേക്കലാറിന്റെ കാലത്തല്ലേ? ആ കാലഘട്ടത്തിൽ രാഷ്ട്രീയം ഇന്നത്തെ അല്ല ഞാൻ പറയട്ടെ, അന്നും രാഷ്ട്രീയമുണ്ട് ഇന്നും രാഷ്ട്രീയമുണ്ട്. അന്നും അതിന് എതിർപ്പുണ്ടായില്ലേ? സ്റ്റേഡിയം വന്ന സമയത്ത് അന്നും ഭയങ്കര എതിർപ്പുണ്ടായില്ലേ? അന്നും ഒരു രാഷ്ട്രീയക്കാരൻ തന്നെയല്ലേ കേക്കലാറ്? അല്ല സ്റ്റേഡിയം അക്കാലത്ത് സ്ഥലം എടുത്തതിനെ കുറിച്ചുള്ള ഇതിനകത്ത് നമ്മള് ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലഹരിയിൽ നിന്ന് നമ്മുടെ കൗമാരത്തെയും യുവതയെയും എങ്ങനെ രക്ഷപ്പെടുത്താമെന്നുള്ളതാണ്. അങ്ങനെ രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഈ സ്പോർട്സിനും കളിക്കളങ്ങൾക്കും വലിയ പ്രാധാന്യം അതിലുണ്ട്. ഒരാള് സ്പോർട്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ ശരീരം നോക്കുവാൻ വേണ്ടി അവൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ അവൻ മദ്യം പോലും തൊടൂല. അവന്റെ ശരീരമാണ് അവനക്ക് ഏറ്റവും വലിയ, സിഗരറ്റ് പോലും അവൻ വലിക്കില്ല. അവിടെ ആ രീതിയിൽ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിനാണ് നമുക്ക് മറുപടി കിട്ടേണ്ടത്. എന്താണ് അങ്കിള്? ശരി, എൻ്റെ ഒരു എക്സാമ്പിളാണ്. എൻ്റെ ലൈഫിൽ ഒരു ചായ, ഒരു കാപ്പി കുടിച്ചിട്ടില്ല, ഒരു സിഗരറ്റ്, ഒരു ബീഡി, ലിക്കർ, വൈനും കൂടി തൊട്ടിട്ടില്ല. ഒരു കല്യാണത്തിന് പോയാൽ ഞാൻ കേക്കിന് വൈൻ കുടിച്ചില്ല. അതന്നെ എൻ്റെ ആരോഗ്യം. എൻ്റെ പിള്ളേരെ അത് പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഡിസിപ്ലിൻ, ക്യാരക്ടർ നമുക്ക് വിലക്ക് വാങ്ങാൻ കിട്ടില്ല. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അതാണ് ഞാൻ എൻ്റെ ഒരു ക്യാരക്ടർ. നമ്മൾ ഉണ്ടാക്കണം. അത് നമ്മളെ കഴിവാണ്. നമ്മളെ വിൽ പെർണോൾ മൈൻഡ്. ദാറ്റ് ഇസ് ദ ക്വാളിറ്റി ഓഫ് എ ജെന്റിൽമാൻ. അതായത് ഇപ്പോൾ എന്നെ ഈ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് ബീച്ച് ഹെൽത്ത് ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. ഞങ്ങൾക്കൊരു ഒരു ഒരു ഡ്രീമുണ്ട്. കൊച്ചിയിലൊരു സ്പോർട്സ് അക്കാഡമിയാണ് ഞങ്ങൾ ഡ്രീം ചെയ്യുന്നത്. ഞങ്ങളെ എക്സിക്യൂട്ടീവ് മെമ്പറും കൂടിയാണ് സലീംസ്. അപ്പം ഞങ്ങൾ ഈ വരുന്ന എല്ലാ കാര്യങ്ങളും, അതായത് ഈ വരുന്ന ഫ്യൂച്ചറിൽ വരേണ്ട കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളുടെ ആയോധന കലയായിട്ടുള്ള കളരി ഫ്രീ ട്രെയിനിങ് കുട്ടികൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോമ്പായതുകൊണ്ട് നിർത്തി വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ സ്കേറ്റിങ്, റോളർ സ്കേറ്റിങ്, ബോഡി ബിൽഡിങ്, ഇതിലെല്ലാം ഈ വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഈ അടുത്ത് നമ്മൾ നടത്തിയൊരു പരിപാടിയിൽ കുട്ടികളുടെ ബോഡി ബിൽഡിങ് ഷോ നമ്മൾ സംഘടിപ്പിച്ചിരുന്നു. അതൊക്കെ ഭയങ്കര മോട്ടിവേഷനാണ്. ലഹരിയെ പ്രതിരോധിക്കുക എന്ന് പറയുമ്പോൾ അതെ, അടിസ്ഥാനപരമായിട്ട് ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ലഹരിക്കെതിരെ ഒരു ചിന്താഗതി, ഒരു മൈൻഡ് കുട്ടികളിൽ ബിൽഡപ്പ് ചെയ്യണം. അത് ഈ LKG മുതൽ അതിനുള്ള പാഠ്യപദ്ധതിയിൽ സാധനം ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾ തറാപറ പഠിപ്പിക്കുന്നത് പോലെ തന്നെ ലഹരിക്ക് എതിരെയുള്ള ചിന്താഗതി ഈ പ്രീ ക്ലാസ് മുതൽ തന്നെ കുട്ടികളിൽ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. മനസ്സിലായി? അതോടൊപ്പം തന്നെ ഈ പറയുന്നത് പോലെയുള്ള കളിയിടങ്ങൾ സജീവമാക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ബീച്ച് ഹെൽത്ത് ക്ലബ്ബുമായി ബന്ധപ്പെട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൊച്ചിയിൽ ഞങ്ങളാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും അത് എടുത്തു പറയേണ്ടതാണ്. കാരണം നമുക്ക് 10 വർഷമായിട്ട് അദ്ദേഹം നമ്മളുടെ കൂടെ തന്നെ ഉണ്ട് എല്ലാ കാര്യത്തിലും. കാരണം ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അവിടെ നിന്ന് കളയാൻ വേണ്ടിയിട്ടുള്ള കുറെ കുത്തിത്തിരിപ്പുകൾ ആയിട്ട് ആളുകൾ ഇറങ്ങുമ്പോൾ എല്ലാ സ്ഥലത്തും കൃത്യമായ ഇടപെടൽ നടത്തുകയും നമ്മളെല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്ത ഒരാൾ നമ്മളുടെ KJ MAXIML ആണ്. ഇപ്പോൾ നമ്മളുടെ ഈ 10ാം വാർഷികമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് കാര്യങ്ങളെല്ലാം അദ്ദേഹം ഓഫർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫയലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വളരെ സപ്പോർട്ടീവായിട്ട്. താങ്കള് MLA നിന്ന് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നു. എന്നിട്ടും അദ്ദേഹത്തിന്റെ അതായത് ഈ ക്ലബിനകത്ത് BJP-കാരുണ്ട്, CPM-കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, മുസ്ലിം ലീഗുകാരുണ്ട്. പക്ഷേ അതിനകത്ത് രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല. ഇത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ 10-200 ചില്ലാനം പേര് ഉള്ളൊരു ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിൽ. അവിടെ 2 സാധനം നോട്ട് അലൗഡ് ആണ്. ഒന്ന് രാഷ്ട്രീയവും ഒന്ന് മതവും. ഇത് രണ്ടും 10 വർഷമായിട്ട് നമ്മൾ പുറത്ത് നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനം വിജയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങൾക്ക് അവിടെ വേറെ ഒന്നുമില്ല, ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. 10 വർഷമായിട്ട് ഞങ്ങൾ വളരെ നല്ല രീതിയിൽ ഒരു പ്രശ്നമില്ലാതെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ചാരിറ്റി അതും ചെയ്യുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ ചെയ്യാവുന്ന. അത് പിന്നെ പബ്ലിസിറ്റി ഒന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്, ചെയ്തു പോകുന്നത്. ഈ സലീം ഭായ്, ഈ ലഹരിയെ സംബന്ധിച്ചിടത്തോളം
ലഹരിയെ പ്രതിരോധിക്കുവാൻ പിന്നെ ഡിപ്പാർട്ട്മെന്റിന് മാത്രം കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. കാരണം നമുക്കറിയാം, ലഹരിയുമായി പിടിക്കപ്പെടുന്നവര് പിന്നെ ഇത് എവിടുന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് അവര് പറയുമ്പോ ഇപ്പൊ പല കേസുകളിലും ഡൽഹി, ബംഗളൂരു ഇങ്ങനെ പറയുമെങ്കിലും അവിടെ ഇങ്ങനെ ഒരു സംവിധാനം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഉൽപ്പാദിപ്പിക്കുന്നത്. മാത്രമല്ല, പോലീസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സാബുവിന് പറഞ്ഞ ചില പ്രശ്നങ്ങൾ ഉണ്ട്. കാരണം ഇപ്പൊ ഇത് അവിടെ പോയി അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പോലീസുകാർ വേണം. ഒരു കുറഞ്ഞത് ഒരു SI റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥരും ഒരു 5-6 സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ളവർ വേണം. വാഹനം വേണം, അതിന് ചെലവിനുള്ള സംവിധാനം വേണം. കുറെ അധികം ദിവസങ്ങൾ അവിടെ നിൽക്കേണ്ടി വരും. പക്ഷെ ഇവിടുന്ന് അവർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഇവിടുത്തെ സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾ താറുമാറാകും. ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു വാഹനം കിട്ടണമെന്നുണ്ടെങ്കിൽ, ഔദ്യോഗിക വാഹനം കിട്ടണമെന്നുണ്ടെങ്കിൽ DGPയുടെ ഓർഡർ കിട്ടണം, അതിനുവേണ്ടി കാത്തിരിക്കണം. ഇങ്ങനെ ഒരുപാട് പിന്നെ പ്രശ്നങ്ങൾ പോലീസും സേനയും ഒക്കെ അഭിമുഖീകരിക്കുന്നുണ്ട്. സത്യത്തില് സേനയുടെ സ്ട്രെങ്ത് ഈ കാലഘട്ടത്തിൽ വർദ്ധിപ്പിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും സേനയുടെ ശക്തി വർദ്ധിപ്പിക്കണം. അത് കയ്യിലത്ര വിശ്വാസ സമ്പന്നരായിരിക്കണം. കാരണം ഇത് എല്ലാത്തിൻ്റെ ഇടയിലും ഉണ്ടല്ലോ ബ്ലാക്ക് ഡോട്ടുള്ളവർ. അതൊക്കെ പലപ്പോഴും എൻ്റെ തന്നെ അനുഭവങ്ങളുണ്ടായിരുന്നു. കാരണം ചെറുതായിക്കടയിൽ ഒരു തവണ കുറേ സ്റ്റാമ്പ് പിടിച്ചു. ഈ സ്റ്റാമ്പ് പിടിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ അവിടെ ചെന്ന് അത് കണ്ടിട്ടാണ് പോകുന്നത്. പക്ഷേ സ്റ്റേഷനിൽ ചെയ്യുമ്പോൾ അവർ സമ്പതിയില്ലെന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു സംഗതി നടന്നിട്ടില്ല പറഞ്ഞത്. അതുപോലെ തന്നെ മട്ടാഞ്ചേരി ബോട്ടിട്ടിയുടെ മുമ്പിൽ വെച്ച് ആൾക്കാരൊക്കെ ഓടി വന്ന് പിടിച്ചു, കൈയോടെ പിടിച്ച് കൊണ്ടുപോയി. പക്ഷേ വൈകിട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ചോദിക്കുമ്പോൾ ഈ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ചില പുഴുക്കുത്തുകളുണ്ട് എല്ലാ മേഖലയിലും, പോലീസിൽ മാത്രമല്ല, അത് എല്ലാ മേഖലയിലുണ്ട്. അപ്പം അത് അത്തരത്തിലുള്ള ഒരു കടിഞ്ഞാണിടണം. പിന്നെ അതുപോലത്തെ സേനയുടെ ഇത് വർദ്ധിപ്പിക്കുക. അതോടൊപ്പം സേനയുടെ മാത്രം പ്രവർത്തനം പോരാ, നമ്മളെല്ലാവരും അതിൻ്റെ ഭാഗമാക്കണം. ജനകീയമായിട്ടുള്ള പിന്തുണ. അതുപോലെ തന്നെ ഈ മയക്കുമരുന്നിൻ്റെ എതിരെ വരുന്ന ആൾക്കാരെ സൂക്ഷിക്കണം കേട്ടോ. ഇതിനായി തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, എല്ലാവരും പുഴുക്കുത്തും. ഒരാളെ അറസ്റ്റ് ചെയ്ത ആള് ബോധവൽക്കരണത്തിന് വേണ്ടി നടന്ന ആളാണ്. അതായത് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന് വേണ്ടി അവരുടെ കൂട്ടത്തിൽ ഉണ്ടായി ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ച ആളാണ് MDMA ആയിട്ട് പിടികൂടിയത്. അങ്ങനെയുണ്ട്. അപ്പൊ അത്തരക്കാരൊക്കെ ശ്രദ്ധിക്കുക. കാരണം എല്ലാം വിജയം, നമുക്ക് ആരും വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ അതെല്ലാം വിഷയം എന്ന് വെച്ചാല് ആകെ ഇപ്പൊ കൊച്ചി നിയോജക മണ്ഡലത്തില് ഇപ്പൊ പറഞ്ഞ പോലെ 12 എക്സൈസ് ഓഫീസർമാരേ ഉള്ളൂ. കുമ്പളങ്ങി പഞ്ചായത്തില് അവര് ഒരു മീറ്റിങ്ങിൽ വരും. മീറ്റിങ്ങിൽ വന്നിട്ടും ഒന്ന് വാർഡില് എല്ലാം അവരുടെ ഒരു പ്രോട്ടോകോളാണത്. ഒരു വാർഡില് ഇന്ന മീറ്റിംഗ് വെക്കണമെന്ന് പറയും. ഒരു പ്രഹസനം കാണിച്ച ഒരു മീറ്റിംഗ്, ഒരു 10 പേര്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഞാൻ പഞ്ചായത്ത് മെമ്പറായ സമയത്ത് എക്സൈസ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. കൊള്ളാം, നല്ല സാറ് എല്ലാ സപ്പോർട്ടും ചെയ്തു തരാന്നൊക്കെ പറഞ്ഞ് ഒരു 10-200 ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ച്, യുവാക്കളെയൊക്കെ സംഘടിപ്പിച്ച് എക്സൈസിൽ കാര്യം ഫസ്റ്റ് ടൈമാണ് നമ്മുടെ. ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ട് ഒരു ഫോൺ നമ്പർ ഒരു പ്രാവശ്യം പോലും അവിടെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നില്ല എൻ്റെ ഒരു പരിസരത്ത്. പിന്നെ നമ്മൾ എന്തെങ്കിലും പ്രശ്നം കാണിക്കുന്നത് എല്ലാ മെമ്പർമാർക്കും കിട്ടി. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല. കാര്യം ഇവരാരും വരുന്നില്ല. വിളിച്ചു പറഞ്ഞാൽ എക്സൈസ് വരണ്ടേ? സ്ട്രെങ്ത് ഇല്ല എന്ന് പറയുന്നത്. പിന്നെ എന്ത് ഈ മദ്യത്തിനെതിരെ, മയക്കുമരുന്നിനെതിരെ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ രംഗത്തിറങ്ങണം. നമ്മളുടെ പരിസരത്ത് ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ അവൻ നമ്മൾ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം അപ്പം ഞങ്ങള് അത്രയും സമരം നടത്തി. അതായത് ഒരു സമരത്തിന് എന്റെ കയ്യിൽ നിന്ന് 33,000 രൂപ ഞാൻ കോടതി കൊണ്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരുടെയും കൂടി. ആ സമരം അത്രയും വ്യക്തമായ നിലപാടെടുത്തൊരു സമരം നടത്തിയിട്ട് ഇപ്പൊ ആരും പോലും അറിയാതെ ഒരു ബിവറേജ് അവിടെ വന്നു. ആരാ വന്നത്? ഏതായാലും MLA എന്ന് അറിയാതെ വരില്ല, ഗവൺമെന്റ് അറിയാതെ വരില്ല. പക്ഷെ ഒരിക്കലും അത് കുമ്പളങ്ങിയെ പോലെയുള്ള ഒരു സ്ഥലത്ത് ആ ബിവറേജ് വരാൻ പാടില്ല. അത്രയും മോശം, ആ പ്രദേശം തന്നെ വളരെ മോശമായി. ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് പിന്നെ അങ്ങളെ ഈ എന്താണ് ഇതിനൊരു സൊല്യൂഷൻ? ഈ കളിക്കളവുമായി ബന്ധപ്പെട്ട് എന്താണ് സൊല്യൂഷൻ? പിന്നെ അങ്കിൾ പറയാനുള്ളത് ഇപ്പൊ പൊളിറ്റിക്സ് ഒഴിവാക്കണമെന്നുള്ളത് പറഞ്ഞു. അത് ആണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത്തരം കളിക്കളങ്ങള് കുട്ടികൾക്ക് പ്രയോജനകരമായിട്ടുള്ള മറ്റു മാർഗങ്ങൾ എന്താണ്? ഞാൻ പറഞ്ഞത് നമ്മൾ കളിക്കാൻ ഗ്രൗണ്ടുകളില്ല. അതാണ് ഏറ്റവും. പണ്ടെല്ലാം ഗ്രൗണ്ടിൽ പിള്ളേർ വരും, ഇപ്പൊ ഗ്രൗണ്ട് വിട്ട് പിള്ളേർ പോകണേണ്. കാര്യം ഗ്രൗണ്ട് സ്ഥിതി വളരെ മോശമാണ്. ഇപ്പം ഞാൻ പിള്ളേരെ കുറ്റം പറയില്ല.
വളരെ മോശമാണ്. നമ്മൾ അത് കൂടുതൽ കുട്ടികൾക്ക് കളിക്കാൻ കളിക്കാനുള്ള അവർ തിരിച്ച് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ വന്നാൽ തന്നെ 50% നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. പരിഹരിക്കും. ഈ ഡ്രഗ്സ് കൊട്ടിൽ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും, പിള്ളേർ സാധിക്കും. അവർ മൈൻഡ് മാറും. നമ്മൾ പിള്ളേരുടെ മൈൻഡ് മാറ്റണം. അതാണ് എൻ്റെ ഒരു ഡിസിഷൻ. എന്താണ് അതായത് ഒരു വിഷയം ഉണ്ടെങ്കിൽ അതിൽ ഇടപെടലുകൾ നടത്തുക എന്നുള്ളതാണ് എൻ്റെ. മനസ്സിലായോ? ഇപ്പോൾ ഒരു പ്രശ്നം, ഇപ്പോൾ ലഹരി തന്നെ, അതേപോലെ കളിക്കളങ്ങളുടെ പ്രശ്നങ്ങൾ കൊച്ചിയിലുണ്ടെങ്കിൽ നമ്മളെപ്പോലെയുള്ള ആളുകൾ കൃത്യമായിട്ട് ആ വിഷയത്തിൽ ഇടപെടുക എന്നുള്ളതാണ്. ഇടപെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയണം. ഇപ്പോൾ ഇന്ന പോലെ ഒരു വിഷയം ഉണ്ടെന്ന് പറയുമ്പോൾ അത് ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് നിങ്ങളിപ്പോൾ ഈ ചർച്ചയിൽ കൊണ്ടുവരുന്നത് പോലെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇടപെടലുകൾ ഉണ്ടാവുമ്പോൾ ജനപ്രതിനിധികൾ എന്നുള്ള നിലക്ക് പല ആളുകൾക്കും ഇതിനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മളെന്താണോ ആവശ്യപ്പെടുന്നത്, നമ്മുടെ നാടിനെന്താണോ ആവശ്യം, അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ കഴിയും. ഇടപെടലാണ് ഇപ്പോൾ നിങ്ങൾ നടത്തിയിരിക്കുന്നത്. അതിൽ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യാണ് ഈ ഒരു ഇടപെടൽ നടത്തിയതിനും ഇങ്ങനെ ഒരു ചർച്ച ഇവിടെ വെച്ചത്. തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു വിപത്തായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ മഴക്ക വരുന്നതെന്നുള്ളത്. നമുക്കറിയാലോ, ഈ കൊച്ചിയിൽ ഈ ബിനാലെ വന്നതിന് ശേഷമാണ് സത്യത്തിൽ പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ന്യൂ ജനറേഷൻ ഈ മഴക്കുമരുന്നുകളൊക്കെ വന്നിട്ടുള്ളത്, സിന്തറ്റിക് ഡ്രഗ്സ്. അപ്പോൾ അത് കേരളത്തിൽ മൊത്തം ബാധിച്ചു. അന്നേരം ഇപ്പം പല സംവിധാനങ്ങളിലൂടെ, ഇപ്പം പത്രങ്ങളിലൂടെയൊക്കെ അറിയാമല്ലോ, കാരണം വിദേശത്തു നിന്നൊക്കെ വരുന്ന അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ വലിയ വ്യാപകമായിരിക്കുകയാണ്. പക്ഷേ ഇത് പ്രതിരോധിക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങണം. അതുപോലെ തന്നെ ഈ കുട്ടികളെ കായിക താരങ്ങളാക്കാനുള്ള, അല്ലെങ്കിൽ കുട്ടികളെ കായിക ഒരു മനസ്സിൽ നമ്മുടെ കായികത്തെക്കുറിച്ചുള്ള ഒരു ബോധം, എൻ്റെ ശരീരം സൂക്ഷിക്കണം എന്നുള്ള ഒരു ചിന്താഗതി അത് കുട്ടികൾ വരുത്തണം. അതിനു വേണ്ടിയുള്ള വലിയൊരു പ്രയത്നം നടത്തണം. അതിനൊരു കൂട്ടായ പ്രവർത്തനമാണ് വേണ്ടത്. ചിലപ്പോൾ സ്കൂളിലൊക്കെ ചിലപ്പോൾ കായിക അധ്യാപകരൊന്നും ചെയ്യണ്ടാവില്ല. കായിക അധ്യാപകരില്ല, ഉള്ളവരും തന്നെ പലരും ഈ ഒപ്പിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ വേറെ കാര്യം. എല്ലാവരും അങ്ങനെയല്ല പറയുന്നത് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ ഒരു കൂട്ടായ യജ്ഞം, പ്രത്യേകിച്ച് കായികപരമായിട്ട് കുട്ടികൾക്ക് കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു ഇതുണ്ടാകണം. നമുക്ക് കഴിഞ്ഞ തവണത്തെ അനുഭവന്മാർ വരുന്നത് അടുത്ത മട്ടാഞ്ചേരി ഉപജില്ലയിൽ നമ്മൾ ചാമ്പ്യന്മാരാണെന്നുള്ള ഒരു ആഗ്രഹക്കാരാണ് ഞാൻ. പക്ഷേ സർക്കാരിൻ്റെയൊക്കെ ഇതുണ്ടെങ്കിൽ കൊള്ളും. ഇതുപോലെ തന്നെ കായിക അധ്യാപകരില്ലാത്ത വലിയ പ്രശ്നം അതുകൊണ്ടോ വലിയ പ്രശ്നമാണ്. പിന്നെ ഗ്രൗണ്ടില്ലാത്ത പ്രശ്നം, ഇതെല്ലാം പരിഹരിക്കപ്പെടണം. ഇതെല്ലാം ഒരു സൊല്യൂഷൻ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ഈ മഹാവിപത്തിനെ ഇവിടെ നിന്ന് പിഴുതെറിയാൻ കഴിയുള്ളൂ. ഗവൺമെന്റ് തലത്തിൽ ഫണ്ട്, ഇതിനൊരു സ്പെഷ്യൽ ഫണ്ട് വെക്കണം. അതായത് ഒരു ഇത്ര മീറ്റർ ചുറ്റളവിൽ ഒരു ഗ്രൗണ്ട്, ഒരു ടർഫ് എന്നുള്ള ഒരു ഫണ്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിനൊരു ശാശ്വതമായിട്ടുള്ള ഒരു വലിയൊരു പരിഹാരം കാണുവാൻ സാധിക്കും. തീർച്ചയായും നമ്മൾ ജനകീയ പ്രതിരോധമാണ് ഈ മേഖലയിൽ ആവശ്യം. അതിന് ആവശ്യമായ അഭിപ്രായങ്ങൾ നമുക്ക് ഈ നമ്മുടെ ഈ പാനലിസ്റ്റുകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇത് ബന്ധപ്പെട്ട അധികാരികളുടെ സമക്ഷം നമ്മൾ അറിയിക്കും. അതിന് ഫലമുണ്ടാകുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.